ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളി നട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? ആ ഉള്ളിയൊക്കെ നമ്മൾ പറിക്കാണ് കേട്ടോ. എല്ലാം പറിക്കുന്നില്ല, നമ്മൾ 3 ബോട്ടിലിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതാണ് പറിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അത് നമ്മളിനി കുറച്ച് നാളത്തേക്കും കൂടി വെക്കുകയാണ്. കാരണം അത് ഞാൻ വേറൊരു ബോട്ടിലിൽ നിന്ന് പറിച്ച് നട്ടതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ആവാൻ ടൈം എടുക്കും കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഇത്ര ഉള്ളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ ബോട്ടിലും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 3-4 കറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉള്ളി ഉണ്ടായിരുന്നു. ഈ ബോട്ടിൽ നിന്ന് അങ്ങനെ പറിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് കുടഞ്ഞെടുത്തു. വലിയ വലിപ്പം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പം വെച്ചിട്ടില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ വളമൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കിച്ചൻ്റെ സൈഡിലാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് വേസ്റ്റൊക്കെ വളമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് വരുമല്ലോ. അതുകൊണ്ട് തന്നെ വളമൊന്നും യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഇത്രയും വലിപ്പം വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വളമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് വലുതാവും. അങ്ങനെ ഇത് ഓരോന്ന് പറിച്ച് എടുത്തു. ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോമിനോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല മണ്ണായിരുന്നു. അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന മണ്ണൊന്നല്ല, നല്ല മണ്ണായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് പിടിച്ചു കേട്ടോ ചെടിയൊക്കെ. അതുപോലെ ഞാൻ മിൻറ്റും മല്ലിയിലയൊക്കെ നട്ടിട്ടുണ്ട്. അതെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഈ മണ്ണ് നമുക്ക് ഇനി റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ വളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഈ മണ്ണൊക്കെ വീണ്ടും ബോട്ടിലാക്കി വെച്ചു. അത് കഴിഞ്ഞ് എല്ലാം ഉള്ളിയെടുത്ത് നമ്മൾ വാഷ് ചെയ്തു. നന്നായി വാഷ് ചെയ്ത് വെയിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ചില ദിവസം മഴയാണ്, അപ്പോൾ സമ്മറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാം വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചു കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് നന്നായി ഉണങ്ങി. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.